രാത്രി 18 അങ്ങാണ്ടായി. 18 വരെ പോയി രാത്രി. ഈ വെള്ളത്തിനൊക്കെ തൊട്ട് നോക്കിയാ എന്നെ ഐസ് പോലെ ഇരിക്കുന്നു. വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല. തണുപ്പേ എന്നാണിപ്പ പൊന്നല്ലേ. പോയിട്ട് വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഞാൻ പറയാവേ. എന്താ സർപ്രൈസാ? അത് വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. സർപ്രൈസ് പറയുവായിരുന്നു. കേക്ക്. കേക്കൊന്നുമല്ല. പിന്നെ എന്ത് സർപ്രൈസാണ് പറ. എന്ത് സർപ്രൈസാ? അത് സർപ്രൈസ് വരുമ്പോഴല്ലേ. വാ പോ. അപ്പ എന്ത് സർപ്രൈസാ? അടിച്ചല്ലേ എന്നാ പോ. നീ പോണ്ട. എന്ത് സർപ്രൈസാ? ഇത് വരുമ്പോ അറിയാന്നാ. ദേഷ്യം വരുന്നു എനിക്ക്. എന്റെ സഹായം ചെയ്തോ. എന്റെ കൈ നല്ല തണുപ്പാ ഇന്ന്. കുളിച്ചിട്ടൊരു രക്ഷയില്ല. പല്ല് കൂട്ടിയിടിക്കുന്നു. വിജയമ്മ വരുന്നതിന് മുമ്പ് നമുക്ക് താഴെ ചെല്ലണം. ഇന്ന് സമയം പോയി. ചേച്ചി ഇരിച്ചില്ല ഒത്തിനെ കണ്ട്. സ്കൂളിൽ പോവാം. നാരായണി ബസ് വന്നു. നാരായണി ഇപ്പം നമ്മുടെ ബസ് വരുന്നു. ഉണ്ടല്ലോ. ഇത് വന്നു. താമസിച്ചോ? ആ അതുകൊണ്ട് കുഴപ്പമില്ല. കറിയില്ല, മധുരം വെച്ചുള്ളടാ. ഇവിടെയും പറയാ. ഇവിടെയും പറയാ. ഇവിടെ അടയാന്ന് വീട്ടില്. ഇതാകട്ടെ എനിക്ക് ഇഷ്ടപ്പെടാം. മിടുക്കി. ആ മിടുക്കി. പിന്നെ മിടുക്കി. അത് തന്നെ ആദിവേശ സജി. ആദിത്യൻ സജി. ആദിവേശ അവിടെ എഴുന്നേറ്റില്ല. പിന്നെ അവർക്ക് ഉച്ചയ്ക്കാ വരും. പക്ഷെ അതുകൊണ്ട് എഴുന്നേറ്റില്ല. ഇല്ല എഴുന്നേറ്റില്ല. ആദിത്യം പല്ലൊക്കെ തേച്ച് ചായ കുടിക്കുന്നു. ഞാൻ ഷാമ്പൂയിൽ പല്ല് തേക്കും. ഞാൻ ചായ കുടിക്കും. നാളെ ഉണ്ടോ പഠിത്തം? നാളെ ഞാനില്ല. എന്നാ പൊക്കോട്ടെ. എന്തൊരു സുന്ദരി. പൊക്കോട്ടെ. അങ്ങോട്ട് നോക്കടി. അങ്ങോട്ട് നോക്കടി. എന്നാടി നിന്നോടാ ടൗണിൽ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ. ബസ് പറഞ്ഞ സമയമല്ലോ. വന്നു വരട്ടെ. ഇവിടെ കൊണ്ട് നിർത്തും. അപ്പോൾ കയറിയാൽ മതി. അതിനാ പറ്റിയാ ശരിയാണോ? ആ
ഞാൻ എടുക്കത്തില്ല. ഞാൻ എടുത്താൽ ചിലപ്പോൾ ചെരിഞ്ഞു പോകും, ചിലപ്പോൾ മലന്ന് പോവും. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്നാ ക്യാമറയാ എന്നാ വീഡിയോ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് മീര എനിക്ക് എടുത്തു വെച്ചു. പക്ഷെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അതാണ് എന്നാ പിന്നെ നീ അത് അടുത്ത ബർത്ത്ഡേക്ക് ഇട്ടാ പറയായിരുന്നോ? എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഷാമ്പൂയുടെ ബർത്ത്ഡേ എനിക്ക് ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലല്ലേ? ആ, അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടി. ഞാനിപ്പോൾ കല്യാണം കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റാൻ പറ്റും? മാറ്റത്തില്ല. ചെരുപ്പ് മാറ്റുന്നതൊക്കെ ഈ ചെരുപ്പാ. ചെരുപ്പ് മാറ്റത്ര വേറെ കാര്യം, ചേട്ടാ അത് മാറ്റുമ്പോൾ ഉപകാരം എനിക്കാണ്. എനിക്ക് പൈസ കിട്ടും. അമ്പലത്തിൽ പോകണം. കാക്കമ്മ മരിച്ച ദിവസമാണ്. 2 വർഷമായി. അമ്പലത്തിൽ പോയി ഒരു നമസ്കാരമൊക്കെ ചെയ്യാമെന്ന് കരുതി. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് അപാകതകൾ അത് തന്നെ അത് ചേട്ടാ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണോ വീഡിയോസ് മോശമാകുന്നെന്ന് അറിയില്ല. ചിലപ്പോൾ അതാവാം. പക്ഷെ എത്ര പറഞ്ഞാലും എനിക്കെന്തോ ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നല്ല, എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയി പോകുന്നതായിരിക്കാം. ഒരുപക്ഷെ കുറച്ചുകൂടെ 2 അണ്ണാനെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. ഏത് അമ്പലത്തിൽ പോയാലും എല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് വേണം പോകാൻ. ഭസ്മം തൊട്ടായിരുന്നു ഞാൻ. അമ്പലപ്പുറമ്പാണ്. എങ്ങനെയാണേലും പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് ഓരോരുത്തരും ഇടുന്നു. ഇതെന്തോ ഇത് മറ്റേ ഇതില്ലേ വീഡിയോയുടെ പാക്കറ്റ്, അടിപൊളി. അപ്പോൾ ദേവപ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞിരുന്നതാണ് ഇവിടെ ഈ കോമ്പൗണ്ടിൽ മദ്യപിക്കാനോ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിർത്താൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ആര് കേൾക്കും? ആൾക്കാർ ആദ്യം തീരുമാനിക്കണം. നല്ല വെയിലായിരുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് വെയിൽ തുടങ്ങി. ഇനിയും ഇവിടെ എൻ്റെ അയൽക്കൂട്ടത്തിൽ പോകുന്ന വീട്ടിൽ ചേച്ചിയുടെ അടുത്ത് എനിക്കൊന്ന് പോകണം. ആ വഴി തിരിച്ചിങ്ങോട്ട് വരാതെ ആ പറമ്പിൽ കൂടെ കയറി വീട്ടിലോട്ട് ഇടണം. ആ പറമ്പ് വഴി പോവുകയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ വഴി വരുവാണെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോകണം. ഓ, ഇനി ചുറ്റിക്കറങ്ങാൻ വയ്യ. പിന്നെ ആ പറമ്പിൽ കൂടെ വരാത്ത എന്നാന്ന് വെച്ചാൽ പാമ്പിനെ പേടിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അത് പേടിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ നടക്കാൻ വയ്യേ. എൻ്റെ സ്വഭാവങ്ങളിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളിലൊന്ന്, അതിപ്പോൾ വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും എന്താണെന്നറിയോ, പൂവൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ആസ്വദിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഒറ്റ ചെടി വെച്ച് പിടിപ്പിക്കില്ല. പക്ഷെ ഇതൊക്കെ ആസ്വദിക്കും. സാധാരണ പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ചെടി വെക്കുക, പൂവ് ഒക്കെ കണ്ടാസ്വദിക്കുക. ഇത് പൂ കണ്ടാസ്വദിക്കും, ചെടി വെക്കില്ല. അതാണ് എൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം. എന്താണോ എനിക്കറിയില്ല. ഞാൻ ഇതിലേ വന്നെന്ന് പറഞ്ഞാലും എനിക്കൊരു കയറ്റം അത് മസ്റ്റാണ്.
കണ്ടല്ലേ ഇത് കിടക്കണം അടുത്ത കയറ്റം. എൻ്റെ അമ്മേ, അയ്യോ വയ്യ. കയറ്റം കയറാതെ എനിക്കിപ്പോൾ ഒരു സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. എവിടെയും കാണും എനിക്കൊരു കയറ്റം. എൻ്റെ അമ്മേ, ഇതുണ്ടല്ലേ പോകുന്ന വഴി. അയ്യോ ഇതെന്നാ, ഇത് മറ്റേ ഞൊട്ടങ്ങ എന്തോ അതല്ലല്ലോ, പണ്ട് ഇതിനകത്ത് അരി തിന്നോ കിടക്കുമായിരുന്നു. ഈ വഴി ഇങ്ങനെ ഈ കുത്തികല്ല് കയറി എൻ്റെ അമ്മച്ചി താഴെ പോകാതെ കാത്തോളണേ എൻ്റെ കൃഷ്ണ. കയറി. അയ്യോ ഇതെന്താണ്, ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു അണ്ണൻ ചോദിക്കുകയാണ് മടുത്തോന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ ചെന്നാലും കയറ്റവേ ഉള്ളെന്ന്. നീ നിലത്ത് നോക്കാം എന്തോ മൂർക്കനോ കാച്ചിപ്പമ്പലയോ ഒക്കെ അവർക്കൊക്കെ പണി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവരെല്ലാവരും കൂടെ ബ്രാഗും വേണ്ട, നിലത്ത് നോക്കാം. അമ്മ ഉണ്ടോ ഈ പറമ്പിൽ നിന്ന് ഇനി അടുത്ത പറമ്പിലോട്ടായി. എൻ്റെ ഭഗവാനെ, എവിടേക്കോ എന്തൊക്കെയോ എഴുതുന്ന പോലെ തോന്നലായിരിക്കും. ഈ പറമ്പ് കയറി അതൊരു ചേച്ചിയെ കാണുന്നുണ്ട്, ഒരു സമാധാനം. ഓ ആരെല്ലാം തലവട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൂ ഒരു പ്രശ്നമില്ല. പാമ്പിനെയാണ് പേടി, വേറെ വലിയ പേടി അങ്ങനെ ഇല്ല. പാമ്പിനെ എനിക്ക് ഇച്ചിരി പേടിയാണേ. അമ്മ ഓ ആ ചേച്ചി ഇവിടെ വെട്ടി പാലെടുക്കുവാണ്. റബ്ബർ കണ്ടോ, റബ്ബർ ചണ്ടി ഇവിടെ കാണണ്ട. പണ്ട് കാക്കമ്മയായിരുന്നു നമ്മുടെ വീട്ടിലെ റബ്ബറൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്. ചേച്ചാച്ചൻ അന്നേരം ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കണ്ടക്ടറായിട്ട്. ചേച്ചൻ ഉള്ളപ്പം ചേച്ചാൻ വെട്ടും, എന്നാലും ചേച്ചാൻ ഇവിടെ നട്ട വലിയ സുഖാവില്ല. അമ്മയാളായിട്ട് മരം വെട്ടും. അമ്മയുടെ അമ്മ വെട്ടും, ശ്യാമളമ്മയൊക്കെ പാല് ഉണ്ടോ പാലെടുക്കും. ഉണ്ടോ അടിപൊളി. ഇത്ര കാലങ്ങൾ കൂടി കാണുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും കാണാറില്ല. അങ്ങനെ ചേച്ചി പാട്ടൊക്കെ വെച്ചിട്ടാണ് മരം വെട്ടുന്നത്. ആ ചേച്ചി മരം വെട്ടുമോ, പാലെടുക്കുമല്ല. അടിപൊളി. പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണം. ഇതാകുമ്പം പാട്ടും കേൾക്കാം, ഒരു മുഷിപ്പും തോന്നിയല്ല. ഞാൻ പറമ്പിൽ നിന്ന് ഈ പറമ്പിലോട്ട് കയറി. ഈ പറമ്പിൽ ഉണ്ടോ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചേട്ടൻ താമസിക്കുന്നുണ്ട്. ഇവിടെ അല്ല, എവിടെയോ ടാപ്പിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പം ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത് ഇപ്പം. ഈ പറമ്പിൽ നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മളുടെ വീട് കാണാം. കണ്ടോ, നീല കളർ ഷീറ്റ്, എറുമാടം, അങ്ങനത്തെ കലാപരിപാടിയൊക്കെ കാണാം. ഈ പറമ്പിൽ നിന്നും ആ പറമ്പിലേക്ക് ഇത്രേ ഉള്ളൂ വരാനായിട്ട്. കയറ്റം ഉണ്ടെങ്കിലും ഇതാണ് എളുപ്പം. ആ റോഡിൽ കൂടെ വരുവാണെങ്കിൽ എൻ്റെ അമ്മേ കണ്ട ഈ പറമ്പ്. അമ്മോ, ഞാൻ ഇന്ന് എടുത്ത വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കാണുമായിരിക്കും, എങ്കിലും എൻ്റെ ഈഗോ സമ്മതിച്ചു കൊടുക്കില്ല. കുറ്റങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുപ്പിൽ നിന്ന് രാജിവെക്കുന്നതായിരിക്കും. കാരണം എനിക്ക് പറ്റിയ പണിയല്ലത്. പറ്റുന്ന പണി ചെയ്താൽ പോരെ, നമ്മൾ പറ്റാത്ത പണി ചെയ്ത് തെറി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ, കുറ്റം ഉണ്ടെങ്കിലും പറഞ്ഞാൽ ഞാൻ രാജിവെക്കും. ചേട്ടനാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വീടും കോഴിയും പട്ടയും മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ എവിടെയൊക്കെ പോയി അവിടെ ഉള്ളതൊക്കെ എല്ലാം പകർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് പറയും ശരിയായില്ല, അതങ്ങനല്ലായിരുന്നു, അതിങ്ങനല്ല എടുക്കണ്ടേ എന്ന് പറഞ്ഞ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. അതാണ് എൻ്റെ പ്രശ്നം. അവിടെ ഇരിക്കുമ്പോൾ ചേച്ചി എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. ഞാൻ ഇന്ന് വരെ മിണ്ടിയിട്ടില്ലാത്തതാണ്, ഇത്ര അടുത്തുണ്ടായിട്ട് പോലെയല്ല പോലും ആ ചേച്ചിയോട് ഇന്ന് വരെ മിണ്ടിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ആ ചേച്ചിക്ക് അത്ര വലിയ താല്പര്യമില്ല മിണ്ടാൻ. പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നതായിരിക്കും. അയ്യോ മടുത്ത് വേർത്ത് കുളിച്ചല്ലോ, മുഖമൊക്കെ ഒരുമാതിരി പ്രേതബാധ പിടിച്ച പോലെയല്ലോ. ആണോ, അമ്പലത്തിൽ പോയിട്ടായിരിക്കും ഉള്ള പ്രേതം ഇളകിയതാ.
ആ അതാ ന്യായമായുള്ള ആവശ്യത്തിന് അമ്പലത്തിൽ പോകാവുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ഉള്ള ഇതങ്ങ് ഇളവുമല്ലോ. ഇതന്നെ വെറുണ് കേട്ടോണ്ട്. ഇത് രാവിലെ ഇട്ടതാണല്ലോ, ഇപ്പോഴാണോ കണ്ട മോള്? നാരങ്ങ ഉണ്ടെ പിഴിഞ്ഞ് തരുമോ? നാരങ്ങ ഇല്ലല്ലോ, ശ്യാമള പറയണം. നാരങ്ങ വണ്ടി അതാ നാരങ്ങ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഇവിടെ തെച്ചിരിക്കുന്നത്. അയ്യോടാ, ഇത് പൊട്ടിച്ച കൊണ്ടുവന്നപ്പം ഞാൻ പൊട്ടിയിരുന്ന ഉണ്ടായിരുന്നു. ആർക്കറിയാം, അരി കിട്ടില്ല. വെയിൽ കൊണ്ടാ കറക്കുമല്ലേ വെളുത്തല്ലേ? വെയിൽ കൊണ്ട് യഥാർത്ഥത്തിൽ വെളുക്കുക ചെയ്യണ്ടേ. കരിവെയിൽ കൊണ്ടാ കൊടുക്കുവോ? ഏത് വെയിൽ കൊണ്ടാലും വെളുക്കുക. എന്നാ പറഞ്ഞ അരി ഇട്ടില്ലേ? ഇതിപ്പോൾ ഇട്ടു പൊടി ഇട്ടിട്ട്. വേണ്ട, നീ അരി ഇട്. അരി ഇട് ഇട്ടല്ലോ പിന്നെ ഇട്ടോ. എന്റെ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്നോ? സമയമായില്ലെന്ന്. പിന്നെ ഇവിടെ ഇല്ല, മര്യാദയ്ക്ക് സമയമായിട്ട് പോയാൽ മതി. പിന്നെ പതുക്കെ ആണെന്നാ നീ അവിടെ ചെല്ലുമ്പോൾ ഓടും. ആ അത് സമ്മതിച്ചു. പക്ഷെ ഇന്നലെ അഷ്റഫണ്ണം പറഞ്ഞു നീ അതിൽ ഓടുന്ന കണ്ടെന്ന് പറഞ്ഞു. ഇപ്പുറത്തൂടെ പോയപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്, അപ്പുറത്തെ സൈഡിൽ കൂടെ ഓടുന്ന കണ്ടെന്ന്. 6 കൂടെ. നീ അതിലെ കൂടെ പോകണ്ട കേട്ടാ, ഇതിലെ റോഡിൽ കൂടെ പോയാൽ മതി. അല്ല, നിന്നെ ജയ പറഞ്ഞു അതിലേ പോയാൽ മതി എന്ന്. ജയ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. ആഹാ, ലത്തിമ്പള്ളിയുടെ അതിലെ കൂടെ കയറി പോയാൽ മതി. അതിനെന്നെ നീ കുട നിന്നാ എടുത്തു തരാം. ഞാനും 2-3 തവണയൊക്കെ ഇറങ്ങുന്നുണ്ട് മുത്തേ കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് കയറി, ഇനിയിപ്പോൾ രണ്ടാമതൊന്നും റേഷൻ കടയിൽ പോകുന്നുണ്ട്. അയ്യോ ചേട്ടൻ എന്നാ പറഞ്ഞേക്കുന്നേ? നടക്കുന്ന ആരോഗ്യത്തിന് നല്ലത്. ശബരിമല പോകുന്ന പിന്നെ ചേട്ടായ മറ്റേ ഇതിനകത്ത് കയറ്റിക്കാണോ പോകുന്നേ? സോറി, ശബരിമല പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞതാ, നടക്കാതെയാണോ? എത്ര കിലോമീറ്റർ നടക്കുന്നേ? അപ്പൊ അതിനൊരു ട്രെയിനിങ് അല്ലേ കൂടുതലും. അപ്പൊ എന്റെ പൊന്നെ 3, 4, 5 തവണ ഇറങ്ങിക്കോ. ആരോഗ്യമല്ല എനിക്ക് പ്രധാനം, പിന്നെ ആരോഗ്യമല്ലേ. ആണല്ലേ? അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഓട്ടോയ്ക്കല്ലേ വരുന്നേ. അതൊക്കെ നീ മോളോട് എന്ന് പറയണേ, ഞാൻ വിളിക്കത്തില്ല. പിന്നെ ഞാൻ അതിന് മുന്നേ ഇവിടെ വരും. പിന്നെ എന്നാത്തിനാ ചുമ്മാവേ കളി ഇറക്കുന്നു. പുതിയ കണ്ണാടി കണ്ടോ? പുതിയ കണ്ണാടിയല്ല, ആക്രിക്കടയിൽ നിന്നെടുത്ത കണ്ണാടി. പഴയത്, പുതിയത്. ഈ വീട്ടിൽ കണ്ണാടിയോട് കണ്ണാടികളാണ്. എവിടെ നോക്കിയാലും കാണാം. ഇവിടെ ഒരു കണ്ണാടി, ഇവിടെ ഒരു കണ്ണാടി, പിന്നെ എങ്ങനെ പോകുന്നതോ ഇവിടൊരു കണ്ണാടി കണ്ടോ. ഇതും പുതിയതാണ് കേട്ടോ, ഇതും ഇന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കണ്ണാടി കണ്ടോ. പിന്നെ അതും കഴിഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇടണം. ആളം വീതം ഓരോരുത്തർക്കും ഓരോ സമയത്ത് നോക്കാൻ പറ്റിയ കണ്ണാടികൾ. അടുത്തതേണ്ട അവിടെ ഇരുന്ന പഴയ കണ്ണാടി കണ്ടോ. ഇനി അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ നടന്നു പോയി കഴിയുമ്പോഴേക്കും അതെന്തിയാ കണ്ണാടി? ഇത് എവിടെ നിന്നുണ്ടോ? അവിടെ എങ്ങോട്ടല്ലേ തീർന്നു തോന്നുന്നു. ഇവിടെ ഇരുന്ന് അങ്ങോട്ട് കൊണ്ടുപോയത്. ഓക്കെ, ഇതല്ല. അപ്പം എന്തായാലും വീട് നിറച്ചും ഗ്ലാസ് ഹൗസ്. ഇതാണ് ഗ്ലാസ് ഹൗസ്. മിറർ ഹൗസ്, മിറർ ഹൗസ്. സാരി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ശമ്പളമൊക്കെ വരുമ്പോൾ നോക്കാനായിട്ടൊക്കെ പറ്റിയത്. അകത്താവുമ്പോഴേക്കും അത്രയും വെളിച്ചമുണ്ടാകത്തില്ല. അപ്പം നിങ്ങളുടെ മിറർ ഹൗസിൽ പുതിയ കണ്ണാടി. ജയച്ചാച്ചൻ വരുന്നതുകൊണ്ട് സാധനങ്ങൾ വാങ്ങാൻ പോകണം. അതിന്നിപ്പോൾ താമസിച്ചു. വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിരുന്നു, കുറച്ച് വയറിംഗ് ഒക്കെ ആയിരുന്നു.
നേച്ചാച്ചൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ തന്നെ സാധനം തേയില സ്ഥലമാണ് വൈകല കുറച്ച് 4 മണിയൊക്കെ വരും. ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ആ ഒരു കള്ളന്റെ ലക്ഷണം നിനക്ക് അതെനിക്കറിയത്തില്ല. ആയിരിക്കും. സവാള മേടിച്ചോ ഞാനിവിടെ എനിക്ക് അറിയാവുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയത്തില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്ക്. എത്ര നാളായി ഇവിടെയൊക്കെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? അങ്ങനെ കഴിക്കാറേ ഇല്ലല്ലോ. വെറും പാവങ്ങൾ. ശ്യാമളമ്മ എന്തിയേ? ഓ ഞാൻ വരുന്നില്ലെന്ന് ഓർത്തു. എന്തിനടക്കണം? തിങ്കളാഴ്ചയല്ലേ? തിങ്കളാഴ്ച പോകുന്നുണ്ടല്ലോ. പിന്നെ അതിനാ പോകുമ്പോൾ നടന്നാൽ പോരെ. അമ്മ ഇങ്ങ് പോരും. ഓ ഞാൻ ഇനിയിപ്പോൾ ഒരുങ്ങി ചെന്ന് റേഷനും മേടിച്ച് ഏത് കാലത്ത് വരാനാ? കൊച്ചു വരുന്നതിന് മുന്നേ വരവും നടക്കിയല്ല. റേഷനൊക്കെ മേടിച്ചിട്ട് വരുമ്പോഴേ കൊച്ചു വരുമ്പോൾ ആണോ? അമ്മ ഇവിടെ എത്താറായില്ലേ? ഇനിയിപ്പോൾ ഞാൻ എപ്പോൾ പോനാ? അമ്മ ഞാൻ വിളിച്ചു നോക്കാം. ഞാനായിട്ട് തടസ്സം നിൽക്കുക. പക്ഷെ ഈ പറഞ്ഞൊരു സംഗതി എനിക്ക് സാധിച്ചു തരണം. നിങ്ങളിവിടെ ഒരു ജോലി എനിക്ക് സെറ്റപ്പ് ചെയ്ത് തന്നാൽ മതി. കഴിയുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രമർന്നത്തിയായിരുന്നു അന്നത്തെ എല്ലാവരും. കുറവാണ്. 40 മേടിച്ചാൽ മതി. പിന്നെ ബാക്കി വണ്ടിക്കാരൊക്കെ വരുന്നോ? ആ വണ്ടി ഉറഞ്ഞൊരിഞ്ഞ് വരുന്നത് നമ്മുടെ കുഴപ്പമില്ല. പുള്ളി വണ്ടി കാശ് കൊടുത്ത് വണ്ടി നല്ല വണ്ടി മേടിക്കണം. അല്ല പിന്നെ നമ്മുടെ കുഴപ്പമാണ്. എല്ലാവരും വരുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് വന്നാൽ 40 രൂപ ഉള്ളല്ലോ. അതുകൊണ്ട് 100 രൂപ മേടിച്ചോ? ആ അല്ല 10 മിനിറ്റ് മുമ്പ് ഇവിടെ ഇങ്ങനെ ഞാനിവിടെ കൂടെ വരികയല്ലേ. മുണ്ടക്കാത്തി ഇപ്പുണ്ടായിരുന്നല്ലേ ഞാന്? അല്ല ഏറ്റവും മുണ്ടക്കാത്തി ഇപ്പുണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ പുതുക്കുഴിയാണ് 26. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പണി കിട്ടണ്ടെന്ന് ഓർത്തിട്ടാ. അതെനിക്കറിയില്ല. ഇപ്പം വന്നിട്ട് എത്ര നേരമായി? 1.5 മണിക്കൂറായി. ഈ വിളവെടുപ്പിന് പോയാണോ? കാച്ചിലും ചേനയൊക്കെ അതിന്റെ കാലിന് മേലാഴി ഉണ്ടടി. അങ്ങവല്ലിയുള്ള വന്ന് കയറുന്ന അഴുക്കാം. വന്ന് കയറുന്ന പൂച്ച അഴുക്കൊന്നുമല്ല. വന്ന് കയറുന്ന പൂച്ച നല്ല അങ്ങവല്ലിയുള്ളതൊക്കെ എന്തോ അങ്ങവല്ലിന്ന് കാലും കയ്യൊന്നും ഇല്ലാതെ ഒന്നും അല്ലല്ലോ. അതിന്റെ കാലിനെന്തോ ചതവോ മുറിവോ എന്തോ. അങ്ങനെയുള്ള സാരമില്ല. നാരായണി ഉണ്ടോ? നാരായണുണ്ട് സ്കൂളിലാണ്. നാരായണി ഇത് പഠിത്തമുണ്ടോടി? പരീക്ഷ ഉണ്ട്.
ഇവിടെ കാണാതെ പോയാ കൊച്ചു പോയിട്ട് വണ്ടിക്കാണ് വരുന്നത് അതിനോ അവള് ബസ്സിന് വണ്ടിക്ക് അവരുടെ സ്കൂൾ വണ്ടിക്കോ ചിലപ്പോ ഇല്ല സ്കൂൾ ബസ് പോയിട്ടില്ല. അത് പിന്നെ പറയുവാണെങ്കിൽ പിന്നെ ഞാൻ അവളെയും കൊണ്ടല്ലേ വരുവുള്ളൂ. ഓ സമയത്രേ അവള് വരുന്ന അമ്മ എങ്ങനെ അറിയും? അവളെ കൂട്ടുകാരോടൊക്കെ കൂടി അവിടെ ചെയ്തു ടീച്ചിങ് കഴിഞ്ഞത്. അപ്പം അനിൽ പറഞ്ഞു ചേച്ചി വന്നു ചോദിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒന്ന് മുട്ടിട്ട് അവിടെ വന്നിരുന്ന ഒരു പാട്ട് തുടങ്ങിയില്ല. അതിനുമ്പോ ചേച്ചൻ വന്നു അന്ന് ഈ അടി അടി പൂക്കുറ്റി ഞാൻ പിന്നെ അവിടെ നടന്ന് പഠിക്കുന്നു നാളെയൊക്കെ നോക്കുന്നത് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അവിടെ ഇരിക്കണം ഞങ്ങൾ അവിടെ ആയിരുന്നു. ടീച്ചറിനെ വിളിയടി. ആ എന്നാന്ന് ചോദിച്ചോ താമസിച്ചതെന്ന് ചോദിച്ചോ. ആ എന്നാ പരിപാടി എന്ന് അറിയണമല്ലോ. ഇന്ന് ഇവിടെ എല്ലാവരും ഉള്ള നിറത്തില്ല എനിക്ക് എന്നും വിടുന്നതിനെക്കാട്ടും 1 മണിക്കൂർ താമസിച്ചു. 4:10 വിട്ടെന്ന് ഏത് വണ്ടിക്ക് വന്നു? സ്കൂൾ ബസ് ഇല്ലെന്നറിയാവോ? ഉണ്ട്. വയ്യാന്ന് പറഞ്ഞു കൊടുക്കുക. അല്ല നിന്നെ തപ്പിപ്പോയി അമ്മ എന്തേ? നിന്നെ തപ്പിപ്പോയി അമ്മ എന്തേ? 4:10 വിട്ടപ്പോ 4:25 ബസ്സിന് കേറി 4:55 ആയപ്പോ സ്റ്റാൻഡിൽ വന്നു. ഇപ്പൊ 5:10 ആയപ്പോ വീട്ടിൽ വന്നു. പോയി തുണി മാറിട്ടോ. നിന്നെ തപ്പി വന്ന നിന്റെ അമ്മ എന്തേ? അതിപ്പോ വരാം, നീ പോയി കഴിക്കാൻ. മൊത്തത്തിൽ തീടുക പഞ്ചായത്ത് മൊത്തം. ഞാൻ ഇപ്പൊ കൊണ്ടുവച്ചാ വീട്ടില് കുറച്ചുകൂടെ താഴെ ഇറങ്ങി പോവാണ്. കൊച്ചിനെ വിളിച്ചോണ്ടിരുന്നോടാ പറ. ശ്യാമളമ്മ ശകലം കൂടെ താഴോട്ട് പോവാണ്. കൊച്ചിനെ വിളിച്ചോണ്ടിരാ. ഇപ്പം വരും ബസ്. പോയിട്ട് വാ. ഇല്ലില്ല അതൊന്നുമില്ല. തമിഴ്നാട് അങ്ങോട്ട് പോകാൻ എനിക്ക് വയ്യ. ഈ ബാഗില്ലാത്തൊരു കളിയില്ലേ കൊച്ചിനെ അതിനകത്തിട്ട് വരുന്ന കൊണ്ടുവരണോ? ഇവിടുന്ന് ഒരാൾ ഇവിടെ നാരായണി നോക്കി ഇറങ്ങി പോയിട്ട് എന്തിയടി ദോണ്ട നിൽക്കുന്ന ദൈവമേ. രണ്ടുപേരുടെ നാക്കൊക്കെ നല്ലതായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ അവിടെ ചൊറിഞ്ഞോണ്ടിരിക്കട്ടെ. അവിടം വരെ പോ. നടക്കട്ടെ. കൊട്ടയ്ക്കാ വന്ന നടന്നിട്ടില്ല. ആ കയറ്റത്തിൻ്റെ ഞാൻ പോയി വിളിച്ചോണ്ട് കയറ്റം കാരണല്ലോ. അതിന് നിരപ്പ് നടക്കാനും വയ്യ. എന്നോട് എന്തെടുക്കാനാ ഈ പാത്രം എന്തിനാ? കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് പാത്രം ഇവിടെ കൊണ്ട് വെച്ചിരിക്കും. ഇന്ന് ഞാൻ പുറകെ ഒരാൾ വേണം ഈ പാത്രം എടുത്തുകൊണ്ട് പോകാൻ. ഇതൊരു സുന്ദരിയേ. എന്നാണോടാ ചെറുക്കാ? എന്നാടാ എന്നാ പൊന്നെ? കാല് മുറി പൊക്കെ. ഇല്ല ഞാൻ പോവാ. അയ്യപ്പാ ഉറക്കം വരുന്നു. എന്നെ ഒന്ന് തള്ളിക്കൊണ്ട് പോ. അവിടെ വരെ വാങ്ങി പോകുന്നുണ്ട്. നീനാണ് നിക്കറൊക്കെ ഇട്ടേക്കുന്നേ. നിക്കറൊക്കെ ഇട്ടേക്കുന്നേ ആര് സാധാരണ ഇടത്തില്ല. കൊണ്ടുവരാന് ചേച്ചിയെ കൊണ്ടുവരാൻ പോകും. ഇവിടം വരെ ഞാൻ കൊണ്ടുവരാം. നിക്കറിട്ടൊന്നും സാധാരണ അടി കിട്ടുമല്ലേ? ആ മനസ്സിലായി. ഇപ്പം മനസ്സിലായി. ആരോ ഭീഷണിപ്പെടുത്തി ഇട്ട് തന്നാ. പോണ്ടേ അങ്കമാടിയിലൊക്കെ പോണ്ടല്ലേ? ഇന്ന് ഇവനെ പഠിക്കാനൊക്കെ ഇല്ലാന്ന് എനിക്ക് അടുത്തുണ്ട്. ഞാൻ നടന്നു പോരുന്നായിരുന്നു. ഓ രാവത്തം പറ്റി. എന്റെ കൂടെ ഞാൻ സുലേഖയുടെ അവിടെ വെച്ച് പറഞ്ഞു. സുലേഖ നാളെ എവിടെ അമ്പലത്തിൽ വരുമല്ലോ. സുലേഖയോ
ഇല്ല അമ്പലത്തിൽ വരുന്നില്ല, അവിടെ എന്തായാലും പോകുന്നുണ്ടോ? ഈ കാറ്റിൻ്റെ അവിടെ ഇറങ്ങില്ല, എനിക്ക് കാലം ആരാ പറഞ്ഞ് ഇറങ്ങാൻ? ഇവിടെ നിന്നാ മതി. ഇവിടെ നല്ല ആകാശം ഭൂമി എല്ലാം കാണാം. താമസിക്കാനാന്നാ പറഞ്ഞത്. മുകളിലോട്ട് നല്ല ഫില്ലറൊക്കെ ഇട്ടാ കയറ്റിയേക്കുന്നത്. അപ്പം ഒരു നിലയല്ലോ ഇത്. അതൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അല്ല. അങ്ങനെ ശ്യാമളമ്മയെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട്, വളവിൻ്റെ അവിടെ. ശാംഭവി എപ്പം വരുമെന്ന് തോന്നുന്നു. നേരത്തെ വരേണ്ടതാണ്. പച്ചിയും പശുവും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വന്നേക്കാന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന ശ്യാമളമ്മയോട്. സൂര്യൻ ഏതാണ്ട് താന്ന് വരുന്നുണ്ട്. ശ്യാംഭവി വന്നിട്ടുമില്ല. രക്ഷപ്പെട്ട് വന്ന്. എന്ത് സർപ്രൈസാ? ആ ആ ഇല്ല ഇല്ല, എന്നാ? എന്ത് സർപ്രൈസാ? ആര്? ജയല്ലേ പറഞ്ഞേ? ആ, ഞാനല്ലേ പറഞ്ഞേ? ഞാൻ പറയാം. അപ്പോൾ ജയോട് ചേരും. ഇത് പോയാലോ? ഞാൻ ഒരു കേബിൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ തരാമേ, മറന്നു പോകുന്നു. വീട്ടിൽ അത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, പക്ഷെ എടുക്കാൻ മറന്നു പോകുന്ന. അപ്പൊ എവിടെ കേബിൾ? ഇവിടെ വരുമ്പോൾ ഓർക്കും. എന്ത് സാധനം തരാനാ? അല്ല ബോർഡ് ആയിരിക്കത്തില്ല. ആയിരിക്കാൻ വഴിയില്ല. നമുക്ക് നോക്കാം. അല്ല അത് നോക്കിയാല കേബിളിൻ്റെ ആണോ നോക്കാം. കേബിളിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ബോർഡിൻ്റെ ആണോ നോക്കിയാൽ മതി. അമ്മ എന്ത് സാധനം തരാനാ? അത് ചെല്ല് കാണാം. കേബിളോ? ആ അത് വേറെ. കേബിളിൻ്റെ കൊണ്ടും അങ്ങനെ വരുവേ. അപ്പം അതാണോ ഇല്ലോ നോക്കാം. ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയോ? ഇഡ്ഡലി ഉണ്ടാക്കിയോന്ന്. ചേച്ചി എവിടെ? ചേച്ചിയുടെ പേരെന്നാ? എന്ത് ചെയ്യേ? പോയിന്ന് കോളേജിൽ. ക്ലാസ് ഉണ്ടോ? ചേച്ചി പോലെ മതിയോ? മതിയോ? എന്നാ സാധനം? സ്കൂളിൽ നിന്ന് വരുമ്പോ ആര് പറഞ്ഞു? ഇപ്പൊ കാണും. നാളെ സാധനം ഉണ്ടെന്ന് നാളെ പുറത്തുണ്ടോ? പറ. അത് ആരാ പറഞ്ഞെന്ന് പറ. ഇപ്പൊ ജയല്ലേ പറഞ്ഞേ? അല്ല. അതെ. ജയ അത് ഇവരുടെ കാര്യാ പറഞ്ഞേ. ഇവരുടെ ശ്യാമളമ്മയുടെ കാര്യം ഇരിക്കുന്നത് വായിലല്ല. അത് ഇത് ഇതിപ്പോ ഇവിടെ സ്നാക്സ് ഒക്കെ തിന്നിട്ട് വരുന്നതാണ് ഈ ബസ്സായിരുന്നത്. പോയടി വീട്ടിൽ പോടി. മറ്റേ ചെരുപ്പ് നമുക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഇത് ചെരുപ്പ് ഇഷ്ടം. അവർ രണ്ടും മാറി മാറി ഇടും. ആണോ? അതൊന്നും നടക്കില്ല കേട്ടോ. പിന്നല്ലേന്ന് ചോദിച്ചോ? ഉണ്ടല്ലേ. ആൻറ്റീന്നൊന്നും അല്ല വിളിച്ചേ. ഏത് ഒരു അമ്മച്ചി അവിടെ. ഒരു ആൻറ്റി അങ്കിള് നിൽപ്പുണ്ടെന്നോ അവിടെ? ഞാൻ പാൻറ് ഇട്ട് നിൽക്കുന്ന അങ്കിള്. ആ അടുത്ത് വന്നാലേ കാണത്തുള്ളൂ തോന്നുന്നത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നോക്കാൻ പറ്റുകയില്ല. നോക്കിക്കണമെന്ന്. എങ്ങനെ നോക്കാനാ? കണ്ണെല്ലാം സാധനം വെച്ചിട്ട് ചോദിച്ചാൽ ഒന്നും കൃത്യമായിട്ട് പറയുകയില്ല. പിന്നെ എങ്ങനെ അറിയും? മറ്റേ നിങ്ങൾക്ക് മറ്റേ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് മുമ്പം അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിങ്ങളെപ്പോലെ ഒന്നുമല്ല, അവൾ വിട്ടുപോകും. റെഡി അങ്ങോട്ട് പോലെ
ആ മതി. ജലദോഷം തുടങ്ങിയല്ലേ? തണുപ്പിന്റെ ആയിരിക്കും. വാ. ചെറിയ തെറാപ്പി ഉണ്ടായിരുന്നു. തെറാപ്പി ഉണ്ടായിരുന്നോ? എന്നാ റാപ്പി? ജപ്ര വീട്ടിലുണ്ട്. ജപ്രയും ജപ്രാപ്പനും ഒക്കെ ഉണ്ട്. മതിയോ? മതി മതി. ഒരു സാധനം വരുന്നുണ്ടോ? അതെ. അത് വാ അടച്ചിട്ട് ശ്യാമള വരുന്നത്. ചേച്ചി ഞാൻ ഇവിടെ അന്നേ കുളിച്ചിട്ട് ഡ്രസ് വാങ്ങിട്ട് നമുക്ക് ചായ കുടിക്കാം. അടിയാവുള്ള അടി വേണോ? അടയൊക്കെ തീർന്നു. അട തീർന്നു. കപ്പയുണ്ട്, മതിയോ? കറി എന്നാ വേണ്ടേ? മീൻകറി ഇല്ല. ഇഷ്ടപ്പെട്ടു. മീൻകറി അല്ല. കുഞ്ഞൂസേ, കുഞ്ഞൂസ് വല്യമ്മ വന്നോ? വല്യമ്മ വന്നോ? കയറ്റം കയറി എവിടെ കയറ്റാം? നിരപ്പല്ലേ ഇപ്പൊ കയറിയുള്ളൂ. ചെറിയ കയറ്റോ? ഇനി കയറ്റം കയറാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ കപ്പയാ. ആ ഇവിടെ കപ്പയാ. കറിയോ? അപ്പൊ വീട്ടില് മീൻകറിയോ? നല്ല കാര്യമാണെന്നേ നീ ചോദിക്കുന്നേ. എന്നും ചോദിക്കുന്നു. നീ ഇവിടെ കൊണ്ട് വെച്ചേക്കോ? ഞാൻ ചുമ്മാ ഇറങ്ങി വന്നാ. നിന്റെ തൊലിക്കെട്ടിയാ വാരം കേട്ടോ. ചോദിച്ചേ. ഞാൻ വീട്ടിൽ പറഞ്ഞു പോലില്ല, ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നിന്നെ കിട്ടൂ, നിനക്ക് കിട്ടൂടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലെന്ന് പറഞ്ഞിട്ടില്ലേ പറയാതെ. ആരാണിത്? അമ്മയുടെ ചുന്തിയാണിത്. സർപ്രൈസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ അടുക്കളയില് കുഞ്ഞ വീടില്. സർപ്രൈസുകളാണ് കൊച്ചിന്. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. ഞാൻ കണ്ടായിരുന്നല്ലോ. ഒരു പാട്ട് സാറ് നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോഴും അവിടെ വന്നപ്പോൾ സ്റ്റോപ്പായി. അങ്ങോട്ട് ഞാൻ പിടിച്ചോണ്ട് പോയി. ഡ്രസ്സൊക്കെ വേണ്ടിട്ട് ഓടി വാ കേട്ടോ. തലക്കെട്ടടിക്കല്ലേ? നിർബന്ധമാണ് ജയയുടെ തലക്കെട്ടാണ് കൊടുത്തു. അല്ല അപ്പയും ചേമ്മയും കൈമാർക്കില്ല.
ഇന്ന് അലയൻസ് അല്ല ഞാൻ കാണുന്നേ, വേറെയാ കാണുന്നേ. എല്ലാം ടൈം ടേബിൾ മൊത്തം മാറുക ആൾക്കാർ വന്നു കഴിയുമ്പോൾ. അമ്പലേ പുതിയ അമ്പലയുടെ അല്ല, പാട്ടൊന്നുമല്ല, അമ്പലയുടെ അമ്പലയുടെ. ഗ്ലാസ് എല്ലാം മാറ്റിയടി. കണ്ടോ ശ്യാമളമ്മ മൂക്ക് കണ്ടോ എങ്ങനെയുണ്ട് പുതിയ ഗ്ലാസ്? കൊള്ളാവോ? അടുത്ത് വന്നില്ല ഇപ്പം വഴി നമ്മള് പറയില്ലെന്ന്. ബ്ലാക്ക് ഡ്രസ് അല്ലല്ലോ, ഇതല്ലേ ആയിട്ടുണ്ടോ രാവിലെ? ഇത് ഇവിടം വരെ കൊണ്ടുപോയതുള്ളൂ. അപ്പോഴേ അത് ചേച്ചാച്ചൻ അവിടെ കൊണ്ടുപോയി ആ മുറിക്കകത്ത് തന്നെ ഇരുത്തിയിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ നടത്തുന്നതായിരുന്നു. ഇപ്പം നടപ്പുമില്ല, ഒന്നുമില്ല, ചുമ്മാ അവിടെ കുത്തിയിരിക്കുമല്ലേ, അതാ.